ഡിസ്കസ് ചെയ്യുന്നത് ഫോൺ വിളി മര്യാദകളെ കുറിച്ചാണ്. ഫോൺ വിളി മര്യാദകൾ. അത് നമ്മൾ എങ്ങനെയാണ് ഒരാളെ ഫോൺ ചെയ്യുന്നത്, ഒരാളെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ റിസപ്ഷനിസ്റ്റാൻഡ് HR വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ കോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് ഹലോ, ഒന്നുകിൽ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടാണ് മാറ്ററിലേക്ക് കടക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കാരണം നമ്മുടെ കേരളത്തെ കാര്യം ഞാൻ പറയുന്നത്, കേരളത്തിൽ ഇപ്പോൾ ഭരണഭാഷ മലയാളമൊക്കെ ആക്കിയതുകൊണ്ട് ഇപ്പോൾ ഫോൺ എടുത്താൽ ഹലോ, നമസ്കാരം സാർ, നമസ്കാരം മാഡം എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തിട്ടാണ് മാറ്ററിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ കോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ കോൾ ചെയ്തു 2 പ്രാവശ്യം തുടർച്ചയായിട്ട് കോൾ ചെയ്തു, അദ്ദേഹം എടുത്തില്ല എങ്കിൽ നമ്മൾ പിന്നെ ഉടനെ അദ്ദേഹത്തെ കോൾ ചെയ്യരുത്. കേട്ടോ, എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും അദ്ദേഹം കോൾ എടുക്കാത്തതെന്ന് നമ്മൾ മനസ്സിൽ കരുതുക. കേട്ടോ, ഒന്നുകിൽ പിന്നീട് അന്നേരം വിളിക്കാതെ ഒരു കുറച്ച് സമയത്തിന് ശേഷം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് എന്ത് ചെയ്യും, കോൾ ചെയ്യും. കേട്ടോ, നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ 2 പ്രാവശ്യം വിളിച്ചു, തുടർച്ചയായിട്ട് വീണ്ടും ഒരു 2500 വട്ടം കോൾ ചെയ്ത് ഞാൻ ഒരു ഡ്രോബാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നിങ്ങളോട് ദേഷ്യപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. കേട്ടോ, അത് പ്രത്യേകം മനസ്സിലാക്കണം. കേട്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോണിലൂടെ കഴിവതും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹമായിട്ട് സംസാരിക്കുക. ആരോടായാലും കോൾ വിളിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുക. ഫോണിലൂടെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കുന്നതിനോടൊന്നില്ല, എനിക്ക് യോജിപ്പില്ല. കേട്ടോ, ഫോണിലൂടെ വളരെ കാര്യമായിട്ട് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. കേട്ടോ, അതുപോലെ തന്നെ അങ്ങനെയാകാം. അല്ല, ഫോൺ വിളിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് ഒരുപാട് മനപ്രയാസങ്ങളുണ്ടാവും ചിലർക്ക്. കേട്ടോ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൾ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി 8 മണിക്ക് ശേഷം കഴിവതും ആരെയും കോൾ ചെയ്യരുത്. കേട്ടോ, അതെപ്പോഴും നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കേട്ടോ, രാത്രി കോൾ ചെയ്യരുത് ആരെയും. കേട്ടോ, ഇപ്പോൾ ഞാൻ ഇന്ന് കരുതി നിങ്ങളുടെ വീട്ടിലുള്ള ഹസ്ബൻഡിനെയോ നിങ്ങളുടെ വൈഫിനെയോ നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ കോൾ ചെയ്യുന്നത് തെറ്റില്ല. കേട്ടോ, അന്യരായ ഒരാളിനെ രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷം കോൾ ചെയ്യാൻ പാടില്ല. കേട്ടോ, അത് എത്ര അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നാൽ കൂടി. അല്ലെങ്കിൽ കോൾ ചെയ്യാം, അത്ര എമർജൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോൾ ചെയ്യാം. കേട്ടോ, ഇത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. കേട്ടോ, ഫോൺ വിളിക്കുമ്പോൾ സ്നേഹത്തോടെ മാത്രം എന്ത് ചെയ്യുക, സംസാരിക്കുക.